ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പോലീസ് സ്റ്റോറിയുടെ പാർട്ട് 2 സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിദ്യ പോയി കഴിഞ്ഞപ്പോൾ ഭാരതിയമ്മ ചോദിച്ചു, നമുക്കിവളുടെ വിവാഹം നടത്തണ്ടേ? പ്രായമായ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തരുത്. നല്ലൊരു ചെറുക്കൻ വരട്ടെ. ഇനി എനിക്ക് 5-8 മാസം കൂടിയല്ലേ ഉള്ളൂ. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊണ്ട് ഇവളുടെ മംഗല്യം അങ്ങ് നടത്താം. പക്ഷേ അതിനു മുമ്പ് വിഷ്ണുവിനൊരു ജോലി ശരിയായിരുന്നെങ്കിൽ. അവനൊരാണല്ലേ, എങ്ങനെയും ജീവിച്ചോളും. എന്നാലും ഇപ്പോഴും അവൻ പോക്കറ്റ് മണിക്ക് എൻ്റെ മുന്നിൽ കൈനീട്ടണ്ടേ? അവൻ ടെസ്റ്റുകൾ എത്രയാണ് എഴുതിയിരിക്കുന്നത്. SI ടെസ്റ്റും എയർഫോഴ്സിലേക്കുള്ള ടെസ്റ്റും. നോക്കിക്കോ, അവൻ ഡാഡിയേക്കാൾ വലിയ ഉദ്യോഗസ്ഥനാകും. ശരിയാ, അവൻ്റെ ജാതകത്തിലുണ്ട്. എനിക്കത് കണ്ടിട്ട് മരിക്കാൻ പറ്റുമോ? വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട. ഭാരതിയമ്മ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ജീപ്പിൻ്റെ ശബ്ദം കേട്ടു. ഓഫീസിൽ നിന്ന് രാവിലെ ജീപ്പ് അയക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പെൻഷൻ പറ്റുന്നതിന് മുമ്പ് ഒരാഗ്രഹമേ എനിക്കുള്ളൂ. ഭാരതിയമ്മ സംശയത്തോടെ ഭർത്താവിനെ നോക്കി. ആ കാട്ടുകൊള്ളക്കാരൻ ശങ്കരനാരായണനെ പിടിച്ച് ജയിലിൽ അടക്കണം. എന്തിനാ വേണ്ടാത്തതിനൊക്കെ പോകുന്നത്? വല്ല അപകടവും പിണഞ്ഞാൽ? അപകടം കണ്ടു ഭയപ്പെടുന്നവനല്ല നിന്റെ ഭർത്താവെന്ന് നിനക്കറിയില്ലേ ഭാരതി? ആ ശബ്ദം ഘനഗംഭീരമായിരുന്നു. അവനെ പിടിക്കുക എൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അവനെ പിടിച്ചില്ലെങ്കിൽ ഞാൻ രാമനാഥനല്ല. അദ്ദേഹം പുറത്തേക്ക് നടന്നു. ഗാർഡ് രാമചന്ദ്രനാണ് ജീപ്പുമായി വന്നത്. ഫോറസ്റ്റർ രാമനാഥൻ ജീപ്പിൽ കയറാൻ തുടങ്ങുമ്പോൾ മകൻ വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു. മോനെ, നീ എവിടേക്കാ അതിരാവിലെ? വെറുതെ പുറത്തേക്ക്, വിഷ്ണു പറഞ്ഞു. എടാ, 10-30 വയസ്സായില്ലേ നിനക്ക്? ഇനിയെങ്കിലും ഒരു ജോലി സമ്പാദിച്ചുകൂടെ? വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ നാണമില്ലേ നിനക്ക്? ഞാൻ പരിശ്രമിക്കാത്തത് കൊണ്ടാണോ ഡാഡി? ജോലി വേണമെങ്കിൽ കൈക്കൂലിയും ശുപാർശയും വേണം. 50,000 രൂപ പാർട്ടിക്ക് കൊടുത്താൽ എനിക്ക് SI സെലക്ഷൻ കിട്ടും. കൊടുക്കാൻ പറ്റുമോ ഡാഡിക്ക്? ആ ഫാക്ടറിയിലെ മാനേജർ പോസ്റ്റും കിട്ടും. ഡാഡി ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ മതി. ചെയ്യുമോ? വലിയ ആദർശധീരനല്ലേ. മകന് ഗുണം ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആദർശം താഴെ പോകൂലേ? മോനെ വിഷ്ണു, കൈക്കൂലിയും ശുപാർശയും വേണ്ടത് കഴിവില്ലാത്തവർക്കാണ്. അല്ല, കഴിവ് മാത്രം പോരെ. ഇന്ന് ഡാഡിയുടെ കാലമല്ല ഇത്. ഇങ്ങനെ അലയാനായിരിക്കും എനിക്ക് വിധി. എല്ലാവരും പറയുന്നത് ഡാഡി പുണ്യാളനാണെന്നാ. എനിക്കല്ലേ അറിയാവുള്ളൂ മക്കൾക്ക് പോലും ഉപകാരം ചെയ്യാത്ത ആളാണെന്ന്. എന്താടാ നീ രാവിലെ ഡാഡിയോട് പറയുന്നത്? ഭാരതിയമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് മകൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ മകൻ കൈക്കൂലി കൊടുത്ത് ഉദ്യോഗസ്ഥനാവണ്ട, രാമനാഥൻ പറഞ്ഞു. കോഴ വാങ്ങാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ലക്ഷാധിപതി ആയനേടാ. അമ്മ അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വിഷ്ണു ബൈക്ക് വിട്ട് പോയി. വരാന്തയിൽ നിന്ന വിദ്യയും അനുജൻ രാമവും ഒരു സംഘർഷം ഒഴിവായതിൽ ആശ്വസിച്ചു. ഫോറസ്റ്റർ ജീപ്പിൽ കയറി. ജീപ്പ് ഓടിപ്പോയി. റേഞ്ച് ഓഫീസിലേക്ക് വിളിച്ച് വിവരം കൊടുത്തിട്ട് ഫോറസ്റ്റർ രാമനാഥൻ ജീപ്പിൽ നിറയെ ഗാർഡുകളുമായി പുറപ്പെട്ടു. വനത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ മഴ തുടങ്ങി. അവിടെ നിന്നങ്ങോട്ട് കൂപ്പ് റോഡായിരുന്നു. അപകടം പിടിച്ച വഴി. കൊള്ളക്കാർ ഏതു രീതിയിലാണ് തടികൾ പുറത്തു കടത്തുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അവൻ്റെ ഒളിസങ്കേതവും. എന്നിട്ട് തിരിച്ചു വന്ന് കൂടുതൽ സന്നാഹവുമായി അവനെ ആക്രമിച്ചു കീഴടക്കണം. വീട് പെട്ടുകഴിഞ്ഞേ അവന് അറിയാവൂ. ജീപ്പ് മുന്നോട്ടോടുമ്പോൾ ഫോറസ്റ്റർ രാമനാഥൻ തൻ്റെ പ്ലാൻ വിശദീകരിച്ചു. മഴ തകർത്തടിക്കുകയായിരുന്നു. പെട്ടെന്ന് വനത്തിനുള്ളിൽ നിന്നും ഒരു ഇരമ്പൽ കേട്ടു. വളവ് തിരിഞ്ഞ് ഒരു തടിലോറി അവരുടെ നേരെ പാഞ്ഞു വരികയായിരുന്നു. പാർട്ട് 3യുമായി ഉടൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.